കരുവന്നൂർ പോപ്പുലർ ഫിനാൻസ് കണ്ടല കാരക്കോണം ഹൈറിച്ച് തുടങ്ങിയ 10 കേസുകളിലാണ് പണം മടക്കി നൽകേണ്ടതെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കാരക്കോണം കേസിൽ 7 കോടിയിലധികം രൂപയാണ് പ്രതികൾ തട്ടിച്ചത്. വീണ്ടെടുത്ത പണം 8 പരാതിക്കാർക്കായി നൽകുന്നുണ്ട്. കരുവന്നൂരിലും കണ്ടുകെട്ടിയ സ്വത്തുക്കൾ മുഴുവൻ ബാങ്കിന് നൽകി ബാങ്ക് തിരിച്ചു കൊടുക്കുമെന്നും ഇഡി കൊച്ചി സോണൽ യൂണിറ്റ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ജിജീഷ് കർണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, എന്തായാലും ഈ പണം മടക്കി നൽകി എന്ന് തന്നെയല്ലേ അല്പസമയത്തിന് മുമ്പ് ഈ വാർത്താ സമ്മേളനം നടത്തി ഇഡി ഉദ്യോഗസ്ഥർ പറഞ്ഞത്? ഈ നിക്ഷേപകർക്കായി പണം നഷ്ടപ്പെട്ട ആളുകൾക്കായി കബളിപ്പിക്കപ്പെട്ട ആളുകൾക്കായി കാരക്കോണം മെഡിക്കൽ കോളേജ് കേസുമായി ബന്ധപ്പെട്ട് തിരികെ നൽകിയത് അത് ഇന്ന് ഇഡി ഓഫീസിൽ വെച്ച് തന്നെ എല്ലാവർക്കും കൈമാറുകയും ചെയ്തു. ആകെ 8 കോടിയോളം രൂപയുടെ ക്രമക്കേട് ആണ് പ്രധാനമായും കണ്ടെത്തിയത്. അതിൽ വലിയൊരു തുക പണം നഷ്ടപ്പെട്ട ആളുകൾക്ക് തിരികെ നൽകാൻ കഴിഞ്ഞുവെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നുണ്ട്. അത് പല ഘട്ടങ്ങളിലായി നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട്. തുടർന്ന് അവർക്ക് ലഭിക്കാനുള്ള പലർക്കും 8 ലക്ഷവും 10 ലക്ഷം രൂപയും എല്ലാമാണ് ലഭിക്കാനുള്ളത്. അങ്ങനെ ലഭിക്കാനുള്ള പണമാണ് 80 ലക്ഷം രൂപ ഇപ്പോൾ 6 പേർക്കായി നൽകിയിരിക്കുന്നത്. മറ്റ് 2 പേർ കൂടി ഇത്തരത്തിൽ പണം നഷ്ടപ്പെട്ട ആളുകളുണ്ട്. അവർ നിലവിൽ അപേക്ഷ അല്ലെങ്കിൽ അവർ നൽകുന്നതിന് വൈകിയിട്ടുണ്ട്. എന്നാൽ അവർക്കും പണം നൽകുന്നതിന് യാതൊരു തടസ്സവുമില്ല എന്ന് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല മറ്റ് കേസുകളുമായി ബന്ധപ്പെട്ട് കണ്ടല ഉൾപ്പെടെയുള്ള കരുവന്നൂർ അടക്കമുള്ള കേസുകളിലും സമാനമായ രീതിയിൽ പണം നഷ്ടപ്പെട്ടവർക്ക് തിരികെ നൽകുക എന്നത് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നീക്കം. ഇതിന്റെ ഭാഗമായി കണ്ടുകെട്ടിയ പിടിച്ചെടുത്ത സ്വത്തുക്കളെല്ലാം തന്നെ അതിൽ നിന്ന് പണം സമാഹരിച്ചുകൊണ്ട് പണമായി കണ്ടുകെട്ടിയതാണെങ്കിൽ ആ പണം തിരികെ നൽകുക, സ്വത്തുക്കളാണെങ്കിൽ അത് ലേലം ചെയ്തടക്കം പണമാക്കി മാറ്റിയ ശേഷം വിതരണം ചെയ്യുക എന്നൊരു നടപടിയിലേക്ക് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ കണ്ടുകെട്ടിയിട്ടുള്ളത്. ഇത്തരത്തിൽ 10 കേസുകളിൽ കരുവന്നൂർ, പോപ്പുലർ ഫിനാൻസ്, കണ്ടല, കാരക്കോണം, ഹൈറിച്ച് തുടങ്ങിയ 10 കേസുകളിലാണ് പണം മടക്കി നൽകാനുള്ള ഒരു നടപടിക്രമങ്ങൾ പൂർത്തിയായി വരുന്നത്. അതിൽ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട നിലവിൽ കോടതിയിൽ വിവിധ ആളുകൾ നൽകിയ ഹർജികളുണ്ട്. ആ ഹർജികൾ കോടതി തീർപ്പാക്കുന്നത് അനുസരിച്ച് പണം തിരികെ നൽകും. അത് ബാങ്കിന് നൽകിക്കൊണ്ട് ഇപ്പോൾ പിടിച്ചെടുത്ത പണം ഉൾപ്പെടെയുള്ള സ്വത്തുവകകൾ ബാങ്കിന് കൈമാറിയതിനു ശേഷം ബാങ്ക് ഈ പണം ഇതുമായി ബന്ധപ്പെട്ട് നിക്ഷേപകർക്ക് തിരികെ നൽകുക എന്ന ഒരു രീതിയായിരിക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുക എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. കേച്ചേരി ഗ്രൂപ്പ് ഓഫ് ബിസിനസ് മാസ്റ്റേഴ്സ് ഫിൻസർവ് 30 കോടി രൂപ കണ്ടുകെട്ടിയിട്ടുണ്ട്. ഇങ്ങനെ വലിയ തുകകളാണ് വിവിധ സാമ്പത്തിക തട്ടിപ്പുകളായി കണ്ടുകെട്ടിയിട്ടുള്ളത്. ഈ പണമെല്ലാം തന്നെ തിരികെ നൽകാനുള്ള ഒരു നടപടികളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പൂർത്തിയാക്കുന്നത്. ജിജീഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്.